നമുക്കൊരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. Acts chapter 1 verse 8. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. You will receive the power when the Holy Spirit has come upon you, and you shall be my witness, both in Jerusalem and all in Judea, Samaria, and even to the remotest part of the earth, even to the ends of the earth. Hallelujah. നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, എത്രയും നമ്മൾ വായിക്കുന്ന ഒരു വചനമാണ്. പക്ഷെ ഇതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇത് യേശു തൻ്റെ ജനത്തോട് പറയുന്ന ഒരു പ്രൊഫസിയാണ്, എ പ്രൊഫറ്റിക് വേർഡാണ്. ഒരു പ്രവാചകനിൽ കൂടെ പറയപ്പെട്ട പ്രവചനമല്ല, സാക്ഷാൽ യേശു ക്രിസ്തു തൻ്റെ ജനത്തോട് പറഞ്ഞ ഒരു പ്രൊഫസിയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് വെറുതെ കളയാനുള്ളതല്ല, ഇത് വെറുതെ കേട്ടിട്ട് കൊള്ളാമെന്ന് പറയാനുള്ളതല്ല, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാവാനുള്ളതാണ്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? നമ്മുടെ തലമുറയോടുള്ള പ്രവചനമാണ്, നമ്മുടെ തലമുറയോടുള്ള പ്രവചനമാണ്. ഇന്ന് പകൽക്ക് നമ്മുടെ കുടുംബത്തോടുള്ള പ്രവചനമാണ്, നമ്മളോടുള്ള പ്രവചനമാണ്, പ്രവചന ദൂതാണ്. യേശു പറഞ്ഞ പ്രവചന അത് വെറും വാക്കല്ല, അത് വാക്ക് മാറുന്ന ദൈവമല്ല. അവൻ തെറ്റ് പറ്റിയിട്ടില്ല. ഇന്ന് പകൽക്ക് നിന്നോടുള്ള ദൂതാണെങ്കിൽ അതിന് തെറ്റ് പറ്റിയിട്ടില്ല. ഇത് പകൽക്ക് വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചാട്ട്. ഇത് വാൽക്കരി എന്നോട് ആ ദൂതുണ്ടെങ്കിൽ ആ പ്രവചനം എന്നോടാണ്, എന്റെ കുടുംബത്തോടാണെന്ന് വിശ്വാസമുള്ളവർ, ഉറപ്പുള്ളവർ ആ ദൂതത്തെ പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിയേ, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും പവർഫുള്ളായ ഒരു പ്രവചനമാണ്. ആമേൻ. ഒരു പ്രവചന ശബ്ദമാണ്. ഈ ശക്തി ലഭിക്കുന്നവരുടെ മേലുള്ള ദൂതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രവചനം ഏറ്റെടുത്തവർ ആ ശക്തിയിൽ ചലിച്ചു. ഈ പ്രവചനത്തെ വിശ്വസിച്ചവർ എന്ത് ചെയ്തു? അവർ കൂടിയിരുന്നു. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഈ പ്രവചനം കിട്ടിയവർ അവർ കൂടിയിരുന്നു. അവരുടെ ഭൂമിയുടെ അറ്റം എന്തെന്നറിയത്തില്ല, എത്രത്തോളം യാത്ര ചെയ്യണമെന്നറിയത്തില്ല, അവർ കൂടിയിരുന്നു. I need that power. ഇതെന്നെ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സുവിശേഷവുമായി ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുമെങ്കിൽ, ഒരു സാക്ഷിയായി ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അത് വേണമെന്ന് 120 പേർ കാത്തിരുന്നു. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാല ചില ദൂതുകൾ ഹല്ലേലൂയ നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ്, കേട്ട് വിടാനുള്ളതല്ല. ഹല്ലേലൂയ, we have to fight. നമ്മൾ അതിനെ പ്രാപിക്കാൻ വേണ്ടി ഇരുന്നേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇത് പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തലമുറയുടെ മേൽ അത് റിസീവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തലമുറ അടുത്തൊരു തലത്തിലേക്ക് ഈ പവർ ഒന്ന് റിസീവ് ചെയ്തിട്ട്, ഹല്ലേലൂയ, റിസീവ് ദ പവർ എന്ന് പറയുമ്പോൾ ആ പവർ ഒന്ന് റിസീവ് ചെയ്യണം. പവർ ഇല്ലാതിരിക്കാനല്ല, they have to move in power. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? എൻ്റെ തലമുറ ഈ ശക്തിയിൽ ചലിക്കണം. പ്രഖ്യാപിച്ചാട്ട് എന്റെ തലമുറകൾ ഈ ശക്തിയിൽ പുറത്തു വരണം, ഈ ശക്തിയിൽ പുറത്തു വരണം. ആമേൻ. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പാസീവായിട്ട്, ഹല്ലേലൂയ, ഒരു ബിലീവറായിട്ട് ഇരിക്കാനല്ല. ആമേൻ. ആമേൻ. ഈസിയാ, ഇറ്റ് ഈസ് വെരി ഈസി. ആമേൻ. പാസീവ് ബിലീവേഴ്സ് ആയിട്ടിരിക്കാൻ. എനിക്കറിയത്തില്ല, മലയാളത്തിന് എൻ്റെ വാക്കറിയത്തില്ല. പാസീവും ആക്റ്റീവുമായിട്ടാണ് നമ്മൾ പറയുന്നത്. ആമേൻ. പാസീവ്
അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ദേ ആർ ആക്റ്റീവ്. ആമേൻ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ബട്ട് ഗോഡ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട്, ലീഡ് ചെയ്യുന്ന, ഹല്ലേലൂയ, സാക്ഷികളാകുവാൻ. യു വിൽ ബി മൈ വിറ്റ്നസ്, യു വിൽ ബി മൈ വിറ്റ്നസ്. ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ സഭയിൽ വരുന്നവർ അങ്ങനെയാകണം. ഒരു പാസീവ് ബിലീവർ ആവാനല്ല. എവിടെ പോയാലും ആക്റ്റീവായിട്ട് റീകമനെ ചലിക്കപ്പെടുന്ന ഒരു ബിലീവറായി മാറണം. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ചലനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. നമ്മൾ ചലിക്കുന്നിട ജീവനില്ലാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ ജീവൻ പ്രാപിക്കണം, ചലിക്കണം. നമ്മൾ പോകുന്നിടത്തെല്ലാം ഒരു ചലനം വെളിപ്പെടണം. നമ്മൾ ചെല്ലുന്നിടത്ത് ചലനം വെളിപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ജസ്റ്റ് സേവ്ഡ് മാത്രമല്ല, വി ആർ അനോയിന്റഡ്. എത്ര പേർക്ക് മനസ്സിലാവും? നമ്മൾ അഭിഷേകം പ്രാപിച്ചവരാ. അല്ലെങ്കിൽ നമ്മൾ ഒരു സേവ്ഡ് ലെവലിലല്ല, അനോയിന്റഡ് ലെവലിലേക്ക് നമ്മൾ മാറണം. അനോയിന്റഡ് ലെവലിലേക്ക് മാറുമ്പോൾ നീ ചെല്ലുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കുക, നീ ചെല്ലുന്നിടത്ത് വിടുതലുകൾ നടക്കുക, നീ ചെല്ലുന്നിടത്ത് സമാധാനം ഉണ്ടാകും, നീ ചെല്ലുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാ, നീ ചെല്ലുന്നിടത്ത് അത്ഭുതങ്ങൾ കാണുക, നീ ചെല്ലുന്നിടത്ത് ഇരുട്ട് മാറോ, നീ ചെല്ലുന്നിടത്ത് വിടുതലുകൾ, അത്ഭുതങ്ങൾ സംഭവിക്കുക, സൂപ്പർ നാച്ചുറൽ വിടുതലുകൾ, സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങൾ ഉണ്ടാവും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുക. പക്ഷെ ദൈവം പറഞ്ഞു സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ സ്വർഗം അനുഭവം ഭൂമിയിൽ കൊണ്ടുവരുവാനുള്ളവരാ. Amen. We have to, our experience നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം, നമ്മുടെ കാണുന്നവരിൽ വെളിപ്പെടണം. അല്ലേ? They have to see. അവർ കാണണം. They have to experience, കാണണം. They have to see the heaven in you. Amen. ആരോ ഇങ്ങനെ പറയുന്നതായിട്ട്, ഇങ്ങനെ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ആ സ്വർഗത്തിൽ എനിക്ക് പോകണ്ട. Amen. മനസ്സിലാവുന്നുണ്ടോ? അതിനേക്കാളും നല്ലത് നരക. സോ ഗോഡ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ പോകുന്നിടത്ത് വരാൻ കാത്തിരിക്കണം. നമ്മുടെ അനുഭവത്തിൽ വരാൻ ജനം കാത്തിരിക്കും. അതാ we have to be a witness. ഈ സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യണം. ആമേൻ. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ടാ ഇവിടെ ഒരുമിച്ചിരിക്കാൻ പറ്റാത്തവർ സ്വർഗത്തിൽ എങ്ങനെ ഒരുമിച്ചിരിക്കും? മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. എല്ലാവരും സ്വർഗത്തിൽ പോകാനിരിക്കുക. ബട്ട് ദൈവം ആഗ്രഹിക്കുന്ന സ്വർഗത്തെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. ആമേൻ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് അതുകൊണ്ടാ. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന അതുകൊണ്ടാ. നമ്മളെക്കാളും ശ്രേഷ്ഠന്മാർ എത്ര പേരുണ്ടായിരുന്നു, നമ്മളെക്കാളും ഹല്ലേലൂയ പ്രമുഖർ എത്ര പേരുണ്ടായിരുന്നു. എന്നിട്ടും നമ്മളെ തിരഞ്ഞെടുത്ത് ഹല്ലേലൂയ ഇന്ത്യയിൽ നിന്ന് ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാ ഇവിടെ ഈ പട്ടണത്തിൽ വന്നത്, ഇവിടെ കൊണ്ടുവന്നത് ഒരു പാസീവ് ബിലീവർ ആയിട്ട് ഇരിക്കാനല്ല, സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ബിലീവറായി മാറുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്ന എത്ര പേരുണ്ട് നമ്മളെ തലമുറയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ആ ശ്രേഷ്ഠ പദവിയെ നമ്മൾ മറക്കരുത്. രാജകീയ പുരോഹിത വർഗമായ നമ്മളെ തിരഞ്ഞെടുത്തത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേലുള്ള ഹല്ലേലൂയ, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ, നിങ്ങളുടെ മേലുള്ള ദൂതുകൾ ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠമാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സഭയിൽ വരുമ്പോൾ മാത്രം കത്തുന്ന ഒരു തീയായിട്ടല്ല. ആമേൻ. കണ്ടിന്യൂസ്ലി കത്തുന്ന, അവസാനത്തോളം കത്തിയെരിയുന്ന. ആമേൻ. അപ്പോൾ പൗലോസ് പറയുന്ന ഈ അണയാതെ കത്തി കത്തി അവസാനം അങ്ങനെ തീർക്കണം.
എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകത്തിൽ വായിക്കുമ്പോൾ 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തി കൊണ്ട് ഇരിക്കണം. Ever be burning upon the altar, it shall never go out. Never go out. കത്തിക്കൊണ്ടിരിക്കണം, തീ കത്തണം. A continuous burning. അണയാൻ പാടില്ല. യാഗപീഠത്തിന്റെ അണയാൻ പാടില്ല. There is a fire in us. ഇത് അണയാൻ പാടില്ല. സാഹചര്യങ്ങൾ ഏതുമായിക്കോട്ടെ. ആമേൻ. ചിലര് ആലയത്തിൽ വരുമ്പോൾ കത്തും. ഞാൻ ഒരു എക്സാമ്പിൾ എപ്പോഴും പറയും. പണ്ടത്തെ ഞാൻ ഒത്തിരി ഈ എക്സാമ്പിൾ ഒത്തിരി അടുത്ത് പറഞ്ഞു, ഇവിടെയും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടത്തെ ഈ അടുപ്പുണ്ടല്ലോ, അടുപ്പുണ്ട്, ഇവിടെ വിറകുകൾ നമ്മൾ വയ്ക്കും. ആമേൻ. ഞാൻ ഈ കുഞ്ഞിലെ വീട്ടിൽ വെക്കേഷൻ ടൈം മമ്മിയെല്ലാം ജോലിക്ക് പോവും. അപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈമിൽ കുറച്ചെല്ലാം ഇങ്ങനത്തെ പരിപാടികളുണ്ട്. കുളത്തിൽ പോയി മീൻ പിടിക്കും. മീൻ പിടിച്ചുകൊണ്ട് വന്ന് നമ്മൾ കുക്കിംഗ് പരിപാടിയും ഇങ്ങനെയെല്ലാം ഒരു പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന പുറത്താണ്, നമ്മുടെ കുക്കിംഗ് കിച്ചണെല്ലാം പുറത്താണ്. അപ്പോൾ ഇങ്ങനെ പുറത്ത് കിടക്കുന്ന വിറവെല്ലാം വെച്ചാൽ നമ്മൾ കത്തിക്കുന്നേ. അപ്പോൾ ചില സമയത്ത് ഉണങ്ങിയ വിറക് കൂടുതൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഉണങ്ങിയ വിറകിനെ വെച്ചിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, കുറച്ച് പച്ച വിറകും എടുത്ത് വയ്ക്കും. ഈ ഉണങ്ങിയ വിറക് നല്ല കത്തും. ഈ പച്ച വിറക് നിങ്ങൾ വെച്ച് കത്തിച്ചിട്ടുള്ളവർക്കറിയാം, ഈ ഉണങ്ങിയ വിറക് സാവധാനത്തിൽ എങ്ങനെ കത്തും. ഈ പച്ച വിറകിൻ്റെ ഒരു കുഴപ്പമുണ്ട്, ഇത് കത്തും, പൊട്ടിത്തെറിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ കത്തുന്ന വിറകിനെ നമ്മൾ വിചാരിക്കും ഈ പൊട്ടുന്ന വിറവിന് ഭയങ്കര പവറാണ്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ അനുഭവം ഉള്ളവർക്കറിയാം. ആമേൻ. ഈ പച്ച വിറക് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ബഹളം ഉണ്ടാക്കും. ടോ 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 ടോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ഇത് യഥാർത്ഥമായി കത്തുന്ന അറിയണമെങ്കിൽ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും, പുറത്തെടുത്ത് ഇടും. ഈ പച്ച വിറകിനെ പിന്നെ വെള്ളമൊന്നും നനയ്ക്കണ്ട, കെട്ടുപോകും. പക്ഷേ ഉണക്ക വിറകിനെ നമ്മൾ വെള്ളം ഒഴിക്കാതിരുന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് വരുമ്പോൾ അത് മൊത്തം കത്തി കരിഞ്ഞ് ചാമ്പലായിരിക്കുന്നത് കാണാൻ പറ്റും. പലരുടെ ആത്മീയ അനുഭവങ്ങൾ അങ്ങനെയാണ്. അവർ കൂട്ടത്തിരിക്കുമ്പോൾ കത്തും. നമ്മൾ വിചാരിക്കും, പൊട്ടിത്തെറിയെല്ലാം കേൾക്കുമ്പോൾ വിചാരിക്കും. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. നമ്മൾ എവിടെ കൊണ്ടിട്ടാലും കത്തുന്ന, അവസാനം വരെ കത്തി എരിയുന്ന ഒരു തീയായി മാറണം. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? നമ്മുടെ തലമുറ അങ്ങനെയാകണം. അല്ലെ, സഭയിൽ വരുമ്പോൾ, ആലയത്തിൽ വരുമ്പോൾ ദൈവമഹാലലുയ മാത്രം കത്തുന്നതല്ല, എവിടെ പോയാലും കത്തുന്ന, അനേകരിലേക്ക് പകരുന്ന. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എല്ലാ പച്ചപ്പും മാറി ഉണങ്ങിയ അവസാനം വരെ കത്തുന്ന രീതിയിൽ മാറുന്ന ഒരു ഉണങ്ങിയ വിറകായി നമ്മൾ മാറണം. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെ. കൂട്ടത്തിലിരുന്ന് കത്താൻ എളുപ്പമാണ്, കൂട്ടത്തിൽ കത്താൻ എളുപ്പമാണ്. ഒറ്റയ്ക്കുള്ള അനുഭവങ്ങൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അണഞ്ഞു പോകാതെ കത്തുന്ന, ഒരിക്കലും കെട്ടുപോകാത്ത തീയായി, യാഗപീഠമായി. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഏത് സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടിട്ടാല്, ഏത് പുറത്തെടുത്താല്, ആലയത്തുനിന്ന് പുറത്തു പോയാല്, ആരാധനയില് പുറത്തിറങ്ങുമ്പോഴോ, എവിടെ പോയാല് കത്തിക്കൊണ്ടിരിക്കുന്ന തീയായി മാറുന്ന, അനേകർക്ക് വെളിച്ചം പകരുന്ന, അനേകരെ ആകർഷിക്കുന്ന, അനേകരെ തീ പിടിപ്പിക്കുന്ന, അനേകരെ അഭിഷേകത്തിൽ ചലിപ്പിക്കുന്ന, അനേകരിലേക്ക് ജീവൻ പകരുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം.
നമ്മുടെ തലമുറ അങ്ങനെയായി മാറണം. നമ്മൾ അങ്ങനെയായി മാറണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയാ. നമ്മൾ ഒരു തീയായി, തീ അണയുന്നവരായിട്ടല്ല, കത്തി അവസാനം വരെ കത്തുന്ന. ആമേൻ. നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആ ഒരു പ്രോഫസി. അത് വെറും ഒരു പ്രോഫസി അല്ല, ഒരു വെറും വാക്കല്ല, ഒരു ഭംഗി വാക്കല്ല. നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ആമേൻ. നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും ദൈവത്തിന്റെ ആഗ്രഹം. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഫസി തന്റെ ജനത്തോട് പറഞ്ഞെന്നറിയാമോ? ദൈവം നേരത്തെ പറയാം, ഒരു വ്യക്തിയും ഈ ലോകത്തിൽ നശിച്ചു പോകരുത്. ഒരു വ്യക്തിയും ഈ ലോകത്തിൽ. ഈ തീ പ്രാപിച്ച് ദൈവം ഭൂമിയുടെ അറ്റത്തോളം അനേകരെ എത്തിച്ചു, പല രാജ്യങ്ങളിൽ എത്തിച്ചു. ഇന്ന് അവരവിടെ ഇരുന്ന് പറയുകയാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങൾ കാണും, നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി പ്രശ്നങ്ങളാണ്. ആമേൻ. ദൈവ മക്കളെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ലോകത്ത് പലയിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവർ പറയാ, അവരുടെ കൈയുരുപ്പ, അവർക്ക് വെറുതെ ഇരുന്നൂടെ. ആമേൻ. നല്ല ജോലിയായില്ലേ, അമേരിക്കയിലായില്ലേ, കാനഡയിലായില്ലേ, ഓസ്ട്രേലിയയിലായില്ലേ, മക്കളെല്ലാം സെറ്റിലായല്ലോ, സേവ്ഡ് ആയല്ലോ. പക്ഷെ നമ്മളെ സേവ്ഡിനല്ല ദൈവം കൊണ്ടുവന്നത്. യു ആർ അനോയിന്റഡ്. നിന്നെ വെളിച്ചമാക്കിയ വെച്ചിരിക്കുന്നത്. അല്ല, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ദൈവം നിങ്ങളെ ഒരു പൊസിഷൻ ഭൂമിയുടെ അറ്റത്തോളം എത്തിച്ചത് നിന്നെ സാക്ഷിയാക്കാനാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. പലരും കംഫർട്ട് സോണിലെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ എന്ന് മാറി ആമേൻ നിന്ന് സംസാരിക്കുന്നത് കാണുവാൻ ഇടയാകുന്നുണ്ട്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എല്ലാവരിലേക്കും യേശുവിനെ എത്തിക്കുക, ഈ സ്വർഗത്തിന്റെ അനുഭവങ്ങളെ എത്തിക്കുക. സ്വർഗം, ഹല്ലേലൂയ, ദൈവിക ആ ദൈവത്തിന്റെ മരണത്തെ, യേശു നമുക്ക് വേണ്ടി മരിച്ച വില, പാപികളെ സ്നേഹിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, പാപത്തു നിന്ന് ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാൽവരിയിൽ മരിച്ച, വീണ്ടും വരാമെന്ന് പറഞ്ഞ് മരണത്തെ ജയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട യേശുവിനെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ആ വലിയ പദ്ധതി. ഇത്രക്ക് മനസ്സിലാകുന്നുണ്ട്. അനേകർ കംഫർട്ട് സോണിലാവുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള രീതിയിൽ അങ്ങായി പോകുകയാണ്. ആമേൻ. ഞാൻ ചിന്തിക്കുക, ഇവരെ എല്ലാം ദൈവം അറിയിച്ചല്ലോ, ദൈവം ഇവരെ അറിയിച്ചു, രക്ഷയിലേക്ക് കൊണ്ടുവന്നു. They have to be in fire. ആമേൻ. തീ അണഞ്ഞുപോയി. അനേകർ ലജ്ജയായ യേശുവിനെ കുറിച്ച് പറയാൻ, അനേകർ ലജ്ജയായ യേശുവിനെ ഉയർത്തുവാൻ. ആമേൻ. നമ്മളെ കുറിച്ച് ആഗ്രഹം, നമ്മുടെ സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. അനേകരിലേക്ക് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരായി മാറണം. ഇവിടെ വരുന്നവർ ഒരു ഇവാഞ്ചലിസ്റ്റായി മാറണം. ഇവിടെ വരുന്നവർ അപ്പോസ്തലന്മാരായി മാറണം. ഇവിടെ വരുന്നവർ പ്രോഫറ്റ്സ് ആയിട്ട് എഴുന്നേക്കണം. ഇവിടെ വരുന്നവർ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് എഴുന്നേക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവിടെ വരുന്ന തലമുറ ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ, രാജ്യങ്ങളെ മറിക്കുന്ന, തല കീഴായി മറിക്കുന്ന അഭിഷേകമുള്ളവരായി മാറണം. Hallelujah. We are ambassadors of Christ. Ambassador. Represent. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 5:20 ഇങ്ങനെ പറയുന്നു. We are ambassador of Christ. നമ്മുടെ പൊസിഷൻ ചെറുതല്ല. സ്വർഗത്തിന്റെ അംബാസഡർ ആണ്. സ്വർഗത്തിന്റെ അംബാസഡർ ആണ്. ഇവിടുത്തെ ഒരു രാജ്യത്തിന്റെ അംബാസഡർ എന്ന് പറയുമ്പോൾ ഒരു എംബസിയുടെ അല്ലേ, ഓരോ രാജ്യത്തിന് എംബസി ഉണ്ടാവും, അതിൻ്റെ ഹെഡായിരിക്കത്തില്ലേ അംബാസഡർ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ആരാ വിസ അടിച്ചു കൊടുക്കുന്നത്? വിസയ്ക്ക് അപ്രൂവൽ കൊടുക്കണ്ടേ? ഞാനിങ്ങനെ ചിന്തിക്കുന്നു, നമ്മളാ. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയാണ്. ചെറിയൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു വാക്കുകൾ അങ്ങനെ അതിൻ്റെ വിലയില്ലാതെ നമ്മൾ കളയരുത്. വി ആർ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. വി റെപ്രസെന്റ് ജീസസ്. വി റെപ്രസെന്റ് ക്രൈസ്റ്റ് വിത്ത് അതോറിറ്റി. വി ഹാവ് ദ സെയിം അതോറിറ്റി. വി റെപ്രസെന്റ്
അമേരിക്ക റെപ്രസെന്റ് ചെയ്യാൻ അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാൻ ഇന്ത്യൻ അംബാസിഡർ കാനഡയിലുണ്ട്. We are representing heaven. അതിന്റെ വില എത്ര പേർക്ക് മനസ്സിലാകുന്നു? കുറഞ്ഞ പൊസിഷൻ അല്ല കേട്ടോ നമുക്ക് തന്നിരിക്കുന്ന ദൈവം. Amen. We are representing heaven. We are not representing hell. We are representing heaven. നമ്മൾ സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന നരകത്തെ അല്ല. സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും ബെസ്റ്റ് അതിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ആമേൻ. സ്വർഗത്തിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നാ. അത് ലോകത്തിന്റെ രീതിയിലല്ല ചലിക്കുന്നത്. ഈ സ്വർഗത്തിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഈ ശക്തി നമ്മുടെ മേലുണ്ടാകണം. ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെന്റേഷൻ സ്വർഗവുമായിട്ട് കണക്ട് ആവും. വി വിൽ എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേ ആവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവത്തിൽ ഡിസ്പ്ലേ ആവും. അതുകൊണ്ടാണ് ഈ ശക്തി പ്രാപിച്ച് നമ്മള് പത്രോസും യോഹന്നാനും ഈ ശക്തി പ്രാപിച്ചിട്ട് പുറത്തിങ്ങ് വരിക, റെപ്രസെന്റ് ചെയ്യാൻ. എന്തുവാ? സ്വർഗത്തിന്റെ അംബാസിഡറായിട്ട് ഈ ശക്തി പ്രാപിച്ചിട്ട് പുറത്തു വരുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഇല്ല. ഈ സ്വർഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നവർ പോക്കറ്റിൽ നോക്കത്തില്ല, അവസ്ഥയെ നോക്കത്തില്ല. ആമേൻ. സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നവൻ ടെമ്പററി റിലീഫിനെ നോക്കത്തില്ല, പെർമനന്റ് റിലീഫിനെ നോക്കും. ഓ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ചിലർ ടെമ്പററി റിലീഫിന് വേണ്ടി നിന്റെ അടുത്ത് വരുമ്പോൾ നീ പെർമനന്റ് ആയിട്ട് റിലീഫ് അവർക്ക് കൈമാറും. ഓ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഓ റബ ഹസ്സകരി, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാല നീ സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ടെമ്പററി റിലീഫിന് വേണ്ടി ചിലർ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നീ അവർക്കൊരു പെർമനന്റ് റിലീഫ് നീ കൈമാറും. അതാ സ്വർഗത്തിന്റെ ശാഖമ. വിശ്വസിക്കുന്നവർ ഈ ദൂത് മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? സ്വർഗത്തിലെ റെപ്രസെന്റ് ചെയ്യുന്ന അംബാസിഡർ ആണോ നിന്റെ ജീവിതത്തിലേക്ക്? ആരെങ്കിലും ടെമ്പററി റിലീഫിന് വേണ്ടി കയറി വരുമ്പോ അവിടെ ജീവിതത്തിൽ നീ കൈമാറുന്നത് ഒരു പെർമനന്റ് റിലീഫ് ആയിരിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 6 മുതൽ 8-ാം വാക്യം അതിൽ വരെ ഒന്ന് വായിക്കാം. 3-ാം അധ്യായം അതിന്റെ 6 മുതൽ 8-ാം വാക്യം മുതൽ. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കുള്ളത് ഒന്നേ ഉള്ളൂ, യേശുവിന്റെ നാമം. Because I represent. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ആമേൻ. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ആമേൻ. വെളിപ്പെടണം. ആമേൻ. അവർ ചോദിക്കുന്നത് എന്തുവാ? ആ മുടന്തനായ വ്യക്തി എന്താ ചോദിക്കുന്നത്? ജന്മനാൽ മുടന്തനായ വ്യക്തി തൻ്റെ ജീവിതത്തിൽ എ സ്മോൾ റിലീഫ്, എനിക്ക് എന്തെങ്കിലും തരണം. അവൻ്റെ നോട്ടം കാണുമ്പോൾ അറിയാം ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണം. ആമേൻ. ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണം ഇപ്പോഴത്തേക്ക്, ഫോർ നൗ. ദൈവം he talks about generations. ഓ, മനസ്സിലാകുന്ന അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് ഫോർ റൈറ്റ് നൗന് വേണ്ടിയല്ല, ഫോർ ജനറേഷൻ. ഓ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഓ, മനസ്സിലാകുന്ന ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയാ, ഫോർ എവർ. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആമേൻ. വെള്ളിയും പൊന്നും താൻ രണ്ട് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? He will buy something and eat. അല്ലെങ്കിൽ കഴിച്ച് കുറച്ച് ചിലവാക്കാം, തന്നെ കൊണ്ടിരുത്തിയവർക്ക് കുറച്ച് ഷെയർ പോവും. കാര്യം എന്തെന്നു? വീണ്ടും എവിടെയായിരിക്കും അവൻ? അവന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായോ? ഇല്ല.
അവന്റെ ബന്ധനത്തിന്, രോഗബന്ധനത്തിന് വിടുതലുണ്ടായോ? ഇല്ല. അഗൈൻ വേറൊരാളുടെ കയ്യിലേക്ക് നോക്കിയിരിക്കേണ്ട അവസ്ഥ. But when heaven represent, heaven നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ഇവിടെ പത്രോസും യോഹന്നാനും ഹെവനെ റെപ്രസെന്റ് ചെയ്തപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ടെമ്പററി അവസ്ഥയ്ക്കല്ല മാറ്റം വന്നത്. അവന്റെ ജീവിതത്തിലെ അമ്മയുടെ ഗർഭത്തിൽ കെട്ടിയ ആ ബന്ധനത്തെ പൊട്ടിച്ചുകൊണ്ട് അവനെ പുറത്തെടുക്കുവാൻ കഴിഞ്ഞു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ചില ജനറേഷനിലായി നിന്നെ കെട്ടിയ ബന്ധനങ്ങൾ, ജനറേഷനായി നിന്നെ കെട്ടിയ ചില ബന്ധനങ്ങളെ, ചില കെട്ടുകളെ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാല യേശു അഴിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രോഗക്കെട്ടുകൾ അഴിയാണ്, രോഗബന്ധനങ്ങൾ അഴിയാണ്, പൈശാചിക കെട്ടുകൾ അഴിയ. ഓ റിബാം ബനാൻ ധരേകമന ഹദനമനഗദന എലേഖേമനേന്ദിരി കമനഗദനമനഗദന ഓ റിബാൻ സേഖേമനാന്ദ റബന ഹദനമനഗദന. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിയാണ്, ചില ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയാണ്. നിന്നെ കെട്ടിയ നിന്റെ ചില വിഷയത്തിന്റെ അകത്ത് ശത്രു കുരുക്കിയിട്ടിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പുറത്തുവാ, യേശുവിൻ നാമത്തിൽ പുറത്തുവാ, യേശുവിൻ നാമത്തിൽ പുറത്തുവാ. ഊരാബാന ഹംദാരാബ റീബാരാബ റീകാരാബ ദുരബശാന്ത റീബാരാബ റബന ഹദനമനഗദനമനഗദന. ഓ റിബന എവിടെ കെട്ടി അവിടെ അഴിയ. ഓ ശത്രു എവിടെ കെട്ടിയോ ആ കെട്ടുകൾ ഇന്ന് പകൽക്കൽ അഴിയാണ്, അത് എരിയാണ്. ചില ചെയിൻസ് പൊട്ടുകയാണ് ഇന്ന് പകൽക്കാല. തുള്ളിച്ചാടാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയപ്പെടട്ടെ. തലമുറയെ കെട്ടിയ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ഭാവിയെ കെട്ടിയ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ, മണ്ഡലങ്ങൾ അഴിയപ്പെടട്ടെ ഇന്ന് പകൽക്കാല. Let go power be released യേശുവിൻ നാമത്തിൽ. സ്വർഗ്ഗം, സ്വർഗ്ഗം. ഓ റിബാ ഹദനമനഗദന ബുറബന ഹദനമനഗദന എലേഖേമനാന്ദ റബനഗദന ഓ റിബാ ഹദനമനഗദനമനഗദന ഓ റബ ഹസ്സകരിമാന്ദനമന റിബാ ബബബബബബബബബബ ഓ റബ ഹദനമനഗദനമനഗദനമനഗദനമനഗദന. ലൂക്കോസ് 10-19 വാക്യം ഇങ്ങനെ പറയുന്നു: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. Behold, I given you authority to tread on serpents and scorpions and over all the power of the enemy, nothing will injure you. Over all the power of enemy, nothing shall by any means hurt you. ശത്രുവിന്റെ സകല അധികാരത്തിന്മേലും. ആമേൻ, ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? ശത്രുവിനെ അതിനെ തൊടുവാൻ കഴിയത്തില്ല. ബിക്കോസ് യു ഹാവ് ദ അതോറിറ്റി ഓവർ എവറിത്തിങ്. അവന്റെ സകല അധികാരത്തിന്മേലും. ഓ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കേണ്ട, നമ്മൾ ശത്രുവിനെ ഭയപ്പെടരുത്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഏറ്റവും ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ഭയപ്പെടുന്നതിനാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. വചനത്തിൽ പറയുന്നു, 365 പ്രാവശ്യം പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ ഭയപ്പെടരുത്. ഇപ്പൊ ഓരോ ദിവസവും എടുത്തു വെച്ച് കണക്ക് വെച്ചാൽ അത് ആമേൻ. എങ്ങനെയാ? ഭയപ്പെടരുത്. എന്തിനെയാ ഭയപ്പെടുന്നത്? യു ഹാവ് ദ അതോറിറ്റി. ശത്രു നിങ്ങളുടെ തലമുറയെ പിടിച്ചു വെച്ചോ. ശത്രുവിനെ അതിൻ്റെ മേൽ അധികാരം നമുക്കുണ്ട്. നമ്മുടെ ഭാവിയെ പിടിച്ചു വെച്ച് അതിന്മേൽ അധികാരമുണ്ട്. ഏത് വിഷയമാണോ ശത്രു നമ്മുടെ മേൽ
അധികാരം പറയുന്നത് അതിന്മേൽ അധികാരം നമുക്കുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു വചനം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാ. ഓ, യു ഹാവ് ദ അതോറിറ്റി. ആമേൻ, യു ഹാവ് ദ അതോറിറ്റി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ശത്രുവിന്റെ മേൽ അധികാരം ദൈവം തന്നിരിക്കുക. He has given the authority. He has given the authority. ശത്രുവിന്റെ മേൽ അധികാരം തന്ന യേശു, ശത്രുവിന്റെ സകല പദ്ധതിന്മേൽ അധികാരം തന്ന യേശു, ഈ അധികാരം ദൈവം എന്താ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഈ അധികാരത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റുമോ? പറ്റും. ഇത് യേശു പറഞ്ഞതാ. Listen carefully. I have given you the authority all over all the power of enemy. യേശു പറഞ്ഞതാ. It's a prophecy. Amen. ഏത് വിഷയമാണ് ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്നേ? You have the authority. Release it. Amen. നമുക്ക് റിലീസ് ചെയ്യാൻ അധികാരമുണ്ട്. ഹല്ലേലൂയ. ശത്രു നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കെട്ടിവെച്ച് ഇന്ന് പകൽക്കാലം അഴിക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ഓ, വിശ്വസിക്കാൻ കഴിയുമോ? ചില വിഷയത്തിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം പ്രഖ്യാപിച്ചാട്ടെ, ശത്രുവേ നീ മാറിപ്പോ 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 കൽപ്പിച്ചാട്ടെ, അവനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് മാറിപ്പോകുക. എത്ര പേർ മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ആ ദൂതിലേക്കൊന്ന് കയറി വന്നാട്ടെ, ആ ദൂതിലേക്കൊന്ന് കയറി വന്നാട്ടെ. നമ്മളെ വിളിച്ചതും വേർതിരിച്ചതും നമ്മളെ തകർത്ത് കളയാനല്ല. He has called us for a good work. അവലൊരു ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഒരുക്കിയത്. ഹല്ലേലൂയ. രാംധിരി കമന ഹദനമന ഗദനമന ഗദന. ഒരു ബന്ധനത്തെ നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല, ഒരു കാരാഗ്രഹത്തിന് നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല, ഒരു ചങ്ങലയ്ക്ക് നിങ്ങളെ പൂട്ടിയിടുവാൻ കഴിയത്തില്ല. ഇത് മനസ്സിലാക്കിയ പൗലോസും ശീലാസ് തങ്ങളെ ജയിലറയിൽ അവർ ഒതുങ്ങിയിരുന്നില്ല. അവർക്കറിയാം ഹല്ലേലൂയ, ഏത് മണ്ഡലമായാലും, ഭൗതിക മണ്ഡലമായാലും, ആത്മീയ മണ്ഡലമായാലും ഞങ്ങളെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഭൗതിക മണ്ഡലമായാലും, നമ്മളെ എപ്പോഴും ആത്മീയ മണ്ഡലത്തെ കുറിച്ച് നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ആത്മീയ മണ്ഡലമാണ്. ഭൗതിക മണ്ഡലം നമ്മൾ യേശുവിനും ദൈവത്തിനും ഒരു ഹെൽപ്പ് കൊടുക്കുക. ദൈവത്തിന് കഴിയത്തില്ല. ലെറ്റ്സ് ഗോ. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാ. ചില വിഷയങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയും, നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയാ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ? ദൈവത്തിന് എന്തിനാ എത്രയും ചുമട് കൊടുക്കുന്നേ? ദൈവം പറയും, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം എന്ത് ചെയ്യണം? എന്നെ മേൽ വെച്ചോളൂ എന്ന് പറയുമ്പോ നമ്മൾ ഭാരം ചുമക്കുക. നമ്മള് ദൈവം നമുക്ക് സൂപ്പർ നാച്ചുറലായ വഴികൾ ഒരുക്കാമെന്ന് നിൽക്കുമ്പോ കുഴപ്പമില്ല. We are comfortable here. അത്രയും ദൈവം എന്തിനാ കഷ്ടപ്പെടുന്നേ? ദൈവത്തിന് നമ്മള് ഈ രീതിയിൽ ചെയ്ത അത് ദൈവത്തിന് ഇത്തിരി കഷ്ടമുള്ള കാര്യമല്ലേ? നമുക്കാ കഷ്ടം. Nothing is impossible for God. ചില വിഷയങ്ങൾ അങ്ങനെയാ. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാ. We channel, we plan, we don't align to God's plan. നമ്മൾ ദൈവത്തിന്റെ പ്ലാനിലേക്ക് നമ്മൾ മാറുന്നില്ല. നമ്മുടെ പ്ലാനിലേക്ക് ദൈവത്തെ കൊണ്ടുവരിക. കാരണം ദൈവത്തിനൊന്ന് ഈസി ആക്കാൻ വേണ്ടി. ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വഴി എവിടെയാന്ന്? മരുഭൂമിയിലാ. ദൈവത്തിന്റെ വഴി വെള്ളത്തിലാ. ദൈവത്തിന്റെ വഴി തീയിലാ. അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. അതിൽ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? He can create ways. നമുക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ദൈവമാ. നമ്മൾ വഴി ഒരുക്കി കൊടുക്കണ്ട. ദൈവം നമുക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ദൈവമാ. മനസ്സിലാവുന്ന എത്ര പേരുണ്ട്? നമ്മുടെ പ്രാർത്ഥന എല്ലാം അങ്ങനെയാ. നമ്മളെ സെറ്റ് ചെയ്യുന്ന നമ്മുടെ ചിന്തകൾ അങ്ങനെയാ. ദൈവത്തിന് വേണ്ടി നമ്മളാ വഴിയൊരുക്കുന്നേ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിന്റെ അകത്ത്
എത്ര വലിയതായാലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാ. ഹല്ലേലൂയ. മനുഷിക ചിന്തകൾക്കപ്പുറമായി, നമ്മുടെ അറിവിനപ്പുറമായി, അനേകരുടെ എക്സ്പീരിയൻസിനപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി ഈസിയാക്കി ഒന്നും കൊടുക്കണ്ട. ഏറ്റവും കഷ്ടപ്പെടുന്ന, ഏറ്റവും പ്രതിസന്ധിയുടെ മധ്യേ ഇറങ്ങി വരുന്ന ദൈവമാണ് എന്റെ ദൈവം. മരണം, ഹല്ലേലൂയ, ഏത് വിഷയമായാലും, ഏത് പ്രതിസന്ധിയുടെ മധ്യയായാലും ഇറങ്ങി വരുവാനും വിടിവിക്കുവാനും കഴിവുള്ള ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈസിയാക്കി കൊടുക്കണ്ട. ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും, ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും നമുക്ക് വേണ്ടി ഇറങ്ങുവാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കഴിവുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് നമ്മൾ ഈസിയാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് അത്ഭുതമാണ്, ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ വഴി അങ്ങനെയാ. ബിക്കോസ് ഹിസ് സിഗ്നേച്ചർ വിൽ ബി ദേർ. നമ്മൾ ഈസിയായിട്ട് ഒരുക്കി കൊടുക്കുന്ന നമ്മുടെ സിഗ്നേച്ചറാ, നമ്മുടെ വഴിയിലാ, അല്ലേ? ദൈവത്തിൻ്റെ സിഗ്നേച്ചറോടുകൂടെയുള്ള ചില ദൈവപ്രവൃത്തികൾ അതൊരിക്കലും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഹി വിൽ നോട്ട് ഷെയർ ദ ഗ്ലോറി. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതിന് ഒരു ആർക്കും അതൊന്ന് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിടുതലായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അങ്ങനെയാണ്. അല്ലാത്ത ഏത് അത്ഭുതമുണ്ടെങ്കിലും, അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ കഴിവ് കൊണ്ട് നേടിയതാ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം തരുന്നത് ദൈവിക സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. ആ സിഗ്നേച്ചർ നോ വൺ ക്യാൻ ക്ലെയിം ഇറ്റ്. ഹി ഹാസ് ഡൺ ഇറ്റ് ഫോർ യു എന്ന് പറയത്തക്ക രീതിയിൽ. ഓ റബ ഹസക്കരപാന്തന. എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ദൈവം ചെയ്യുന്ന ചില സിഗ്നേച്ചറോട് കൂടെയാണ്. അതുകൊണ്ടാണ് രക്തസ്രാവം പിടിച്ച സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോൾ ദൈവം ചെയ്തുവെന്ന് ഇന്നും വിളിച്ചു പറയുന്നത്. കാരണം ഷി ഹാസ് ലോസ്റ്റ് എവറിത്തിങ്. ഡോക്ടർമാരുടെ തൻ്റെ പണം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സൗഖ്യം കിട്ടിയത് നടക്കത്തില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം ഇറങ്ങിയത്. കാരണം ഇറ്റ്സ് സിഗ്നേച്ചർ. ഓ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് തന്നെ എഫേസ്യസ് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. ഒന്ന് വായിക്കാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഓ, ഞാൻ ആ വാക്കൊന്ന് പിടിച്ചാട്ടെ. മുന്ന് ഒരുക്കി ഇരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കൊണ്ടുവിടുവാനല്ല, നല്ലതിന് മാത്രമാണ്, ബെസ്റ്റിന്. ഞാൻ പറയുന്നത് ബെസ്റ്റിന്. ordained. ദൈവം നമുക്ക് നാം ചെയ്തു പോരേണ്ട ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം യു ജസ്റ്റ് ഹാവ് ടു വാക്ക് ഇൻ. നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി, അല്ലേ? ഇനി ഒരുക്കുമെന്നാണോ? നമ്മൾ ഇനി പ്രാർത്ഥിച്ച് നേടണമെന്നാണോ? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഇത് വിശ്വസിക്കാൻ വേണ്ടി, ഈ ദൂത് വിശ്വസിക്കാൻ വേണ്ടി, ഈ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ വേണ്ടി. എന്തിനാ ഉപവസിക്കേണ്ടേ? ഈ വിശ്വാസത്തെ കയറി പിടിക്കേണ്ടത് ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഇനിയല്ല നമുക്ക് ഡോർ തുറക്കേണ്ടേ. He has already opened the door. He has placed everything in our life. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെക്ക് പോയിന്റ് ദൈവം ഓൾറെഡി സെറ്റാ. We need the faith to step in. ആ ഫെയ്ത്ത് വർദ്ധിക്കണം. യേശുക്രിസ്തുവിന്റെ അടുക്കൽ
ആ ഭൂതത്തെ പുറത്താക്കാൻ പറ്റാതിരുന്നപ്പോൾ അവർ രഹസ്യത്തിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു ചോദിച്ചു, എന്തേ നമുക്ക് പറ്റാത്തെ? അപ്പം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥം പിശാചിനെ തുരത്താൻ വേണ്ടിയല്ല ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ വിശ്വാസം കെട്ടുപോയി. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. Because God has given you the authority over everything. ഈ ഫെയ്ത്തിലേക്ക്, ഈ വചനത്തിലേക്ക്, ഈ വിശ്വാസം, മനസ്സിലാവുന്ന എത്ര പേരുണ്ട്? എത്ര പേർക്ക് മനസ്സിലാവുണ്ട്? ഈ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാ ദൈവം തന്ന അധികാരത്തിലേക്ക്. അതുകൊണ്ടാണ് ആനയുടെ വലിപ്പം ആനയ്ക്ക് മനസ്സിലാകത്തില്ലെന്ന്. ആനയ്ക്ക് മനസ്സിലായി കഴിയുമ്പോൾ എന്ത് പറ്റും നിങ്ങൾക്കറിയാലോ. ആന എന്ന് വലിപ്പം മനസ്സിലാകുന്നോ അന്ന് പറയും മതകളയെന്ന് പറയും. അതുപോലെയാ പെന്തക്കോസ്തുകാരെ മതകളയെന്ന് പറയുന്ന റീസൺ അതാ, വലിപ്പം മനസ്സിലാകുന്നുണ്ടാ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് നീ വലിപ്പം മനസ്സിലാകുന്നു, നിന്റെ മേൽ കിടക്കുന്ന അനോയിന്റിങ്ങിന്റെ പവർ മനസ്സിലാകുന്നു, എന്ന് നിനക്ക് വേണ്ടി വാതിൽ തുറന്നുവെന്ന് മനസ്സിലാകുന്നു, എന്ന് നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു എന്ന് മനസ്സിലാകുന്നു, നീ ചുറ്റി കറങ്ങത്തില്ല, നീ വട്ടം കറങ്ങത്തില്ല. You will be released, you will go, you will move in the spirit. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? നമ്മളൊരു ഇൻവിസിബിൾ കെട്ടിൽ കിടക്കുക. ആമേൻ. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഇൻവിസിബിളാ. ഇൻവിസിബിൾ ആയിട്ടാണ് ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണം. ബന്ധനം പൊട്ടിക്കഴിഞ്ഞു. യു ഹാവ് ബീൻ റിലീസ്ഡ്. ആമേൻ. ഞാൻ ഏതൊരു വീഡിയോ, എനിക്കൊന്ന് ഒരു മോട്ടിവേഷണൽ ടോക്കിൽ എന്നൊരു വീഡിയോ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിലൊരു കുതിരയെ ഒരു കയറിട്ട് ഇങ്ങനെ ചുറ്റും ഇത് കെട്ടഴിച്ചു കഴിഞ്ഞാലും കുതിര എന്ത് ചെയ്യും? അതിൽ നിന്ന് ആ ഒരു വട്ടത്തിൽ നിന്ന് തന്നെ കറങ്ങുക. ബിക്കോസ് അതെന്താ ചിന്തിച്ചിരിക്കുന്നതെന്നറിയോ? സ്റ്റിൽ ഇറ്റ് ഈസ് ടൈഡ് ടു ദ പോൾ. നമ്മൾ അങ്ങനെയാ. ദൈവം നമുക്ക് വേണ്ടി, ആ വചനം ഒന്നോട്ട് ഇടാമോ? എല്ലാം സൃഷ്ടിക്കപ്പെട്ടവരായി നാം ചെയ്തു പോയി. നമുക്ക് ഇനി ചെയ്യാൻ എന്താ ഉള്ളത്? ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിലേക്ക് ചലിക്കുക. That's all. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിൽ വരികയാണെങ്കിൽ, ആ ഒരു ലെവലിലേക്കുള്ള വിശ്വാസം വരികയാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഡിമോട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പോകുന്ന ശൂന്യത നിങ്ങളെ തളർത്തത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ പ്രതിസന്ധി നിങ്ങളെ പുറകോട്ട് വലിക്കത്തില്ല. എന്ന ഈ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ചലിക്കാൻ പറ്റുമോ? ഈ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഗ്രോ ചെയ്യാൻ പറ്റുമോ? അന്നാ നിങ്ങൾ അത്ഭുതങ്ങളിലേക്ക് നടക്കാൻ പോകുന്നത്. അങ്ങനെയാ നിങ്ങൾക്ക് ചലിക്കാൻ പറ്റുന്നത്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് അങ്ങനെ മാത്രമായാൽ മാത്രമേ നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. പ്രതിസന്ധിയിൽ മീതെ നടക്കാൻ പറ്റത്തുള്ളൂ. വെള്ളത്തിന്മീതെ നടക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ദൈവം ഒരുക്കി വച്ചിട്ടാ നിന്നെ വിളിച്ചത്. ഒരുക്കി വച്ചിട്ടാ നിന്നെ വിളിച്ചത്. പത്രോസ് ചോദിക്കുകയാണ്, ഞാൻ വെള്ളത്തിലേക്ക് നടക്കട്ടെ? യേശു പറഞ്ഞു, നീ വാ, ഐ ഹാവ് പ്രിപ്പയർഡ്. ഈ വെള്ളം നിന്നെ മുക്കത്തില്ല, ഈ പ്രതിസന്ധി നിന്നെ തകർക്കത്തില്ല. ഇഫ് യു ക്യാൻ വാക്ക് ഓവർ ഇറ്റ്, യു വിൽ സീ ദ മിറക്കിൾ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാല ദൈവം ആഗ്രഹിക്കുന്ന, അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയിലേക്ക്, he has planned everything. നമ്മുടെ വഴിയല്ല ദൈവം ഒരുക്കി വെച്ചിരിക്കുക. he has prepared. അവൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ വേയാ. അനേകർക്ക് അത്ഭുതമെന്ന് തോന്നത്തക്ക രീതിയിൽ ദൈവം നിന്നെ മാറ്റാൻ പോവുകയാണ്. അനേകർക്ക് അത്ഭുതമെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നിന്നെ ആക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട്. ഉറബാര ഹദനമന ഹദനമന ഗദനമന ഗദനം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവീയ ഗ്ലോറി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം.
അതുകൊണ്ടാണ് റോമർ 8:19 ഇങ്ങനെ പറയുന്നു, ഓൾ വേൾഡ്, the whole creation waits eagerly for the children of God to be revealed. ദൈവം നമ്മളെ കുറിച്ച് ദൈവമക്കളെ, സൃഷ്ടി, ദൈവപുത്രന്മാരെ വെളിപ്പെടുവാൻ. അമ്മേ, എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഭൂമി, ഈ ലോകം, നമ്മൾ മേൽ കിടക്കുന്ന അനോയിന്റിങ് വെളിപ്പെടുവാൻ, നമ്മുടെ മേൽ കിടക്കുന്ന വിളി വെളിപ്പെടുവാൻ കാത്തിരിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയിലേക്ക് നമ്മുടെ കാലെടുത്ത് വയ്ക്കുവാൻ, ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ. നമ്മുടെ ചിന്തയല്ല, നമ്മുടെ പ്ലാനിങ് അല്ല, ഹി ഹാസ് പ്ലാൻഡ് എവരിതിങ്. ദൈവമേ, ആ വഴിയിലേക്ക് എന്നെ നടത്തണം. ദാറ്റ് വിൽ ബി സൂപ്പർ നാച്ചുറൽ. ചിലപ്പോൾ നമുക്ക് കഷ്ടമെന്ന് തോന്നാം, നമുക്ക് പ്രതിസന്ധി എന്ന് തോന്നാം, ബട്ട് ഇറ്റ് വിൽ ബി സൂപ്പർ നാച്ചുറൽ. നമുക്ക് ശൂന്യത എന്ന് തോന്നാം, ബട്ട് ഇറ്റ് വിൽ ബി സൂപ്പർ നാച്ചുറൽ. ഓ, മനസ്സിലാകുന്ന എത്ര പേര്? ഇന്ന് പകൽക്കാലം ഈ വചനത്തിലേക്ക് നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാമോ? നിങ്ങളുടെ ഹൃദയങ്ങളെ, ദൈവമേ, ആ ഒരു നിലവാരത്തിലേക്ക് എന്നെ നടത്തണമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? പറഞ്ഞട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ചലിക്കുന്ന പ്രാണികൾ പോ ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ജ്വലിക്കുന്ന തീപന്തം പോ കത്തിപ്പടരും അഭിഷേകത്താൽ. ചലിക്കുന്ന പ്രാണികൾ പോ ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ജ്വലിക്കുന്ന തീപന്തം പോ കത്തിപ്പടരും അഭിഷേകത്താൽ. ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും, പുതുജീവനാ സ്തുതിച്ചാർത്തിടും. ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും, പുതുജീവനാ സ്തുതിച്ചാർത്തിടും. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും പകരപ്പെടുന്ന ദൈവിക ശക്തിയും അഭിഷേകവും ഏറ്റുവാങ്ങി ഞങ്ങൾ കടന്നു പോകുന്നു കർത്താവേ. വചനത്തെ കേൾപ്പിച്ചല്ലോ കർത്താവേ, ആ ശക്തി ഞങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് സ്തോത്രം. ദൈവം തന്ന ആ ശക്തിയുടെ മഹത്വത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അപ്പാ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം ഞങ്ങൾക്ക് അധികാരം തന്നു. അവ ഒന്നും ഒരു നാളും ഒരു രീതിയിലും ഞങ്ങളെ തൊടത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ ശക്തിയിൽ കർത്താവെ ഞങ്ങൾ പുറത്തു പോകുന്നു. ഈ ശക്തിയിൽ കർത്താവ് ഈ ലോകത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നപ്പാ സ്തോത്രം.
അത് ഞങ്ങൾക്ക് വെളിച്ചമായി, ഞങ്ങൾക്ക് വിടുതലായി. കർത്താവെ, അന്ധകാര ബന്ധനങ്ങളിൽ ദൈവമേ വെളിച്ചമായി തീർന്ന ഒരു വലിയ ശക്തിയിൽ ഞങ്ങൾ നിറഞ്ഞ് കടന്നു പോകുന്നു. കർത്താവെ, ഇന്ന് രാവിലെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും ദൈവം കൈക്കൊണ്ടതുകൊണ്ട് സ്തോത്രം. അനേക നന്മകൾ, അനേക വിടുതലുകൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. അവയിലേക്ക് ഞങ്ങൾ വിശ്വാസത്തോടെ കടന്നു വരുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ കാലുകളെ വയ്ക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ദൈവിക നന്മകളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ കാലുകളെ വിശ്വാസത്തോടെ വയ്ക്കുന്നു. ദുഷ്ടൻ തകരും, ശത്രുവിൻ്റെ തന്ത്രങ്ങൾ തകരും. കർത്താവേ, ഞങ്ങൾ ദൈവിക ശബ്ദം കേൾക്കും. ദിനം തോറും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങൾ താഴ്ന്നിരുന്ന് ദൈവമേ അങ്ങയെ സേവിച്ച് അങ്ങയെ ആരാധിച്ച് അങ്ങിൽ ഞങ്ങൾ ബലപ്പെടും. താങ്ക് യു ലോർഡ്. ദൈവ സന്നിധിയിൽ താഴ്ത്തുന്നു. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.